ജയറാമിനെ നായകനാക്കി കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത ആടുപുലിയാട്ടം ഇന്നലെ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആടുപുലിയാട്ടത്തിന്റെ വിശേഷങ്ങൾ തന്നെയായിരിക്കും പ്രേക്ഷകർക്ക് അറിയേണ്ടത്. തീർച്ചയായും ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ജയറാം തന്നെയാണ് ഇന്ന് മോർണിംഗ് മുഖത്തിൽ അതിഥിയായി എത്തുന്നത്. നടൻ ജയറാമുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രേംലാൽ നടത്തിയ ഹ്രസ്വ സംഭാഷണത്തിലേക്ക്. മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലോ മുഖവരയോ ആവശ്യമില്ലാത്ത നടൻ ജയറാം. നമുക്കൊപ്പം ജയറാം ചേർന്നു. സ്വാഗതം. ആടുപുലിയാട്ടം ഒരുപാട് മീഡിയ ഹൈപ്പ് കിട്ടിയൊരു ചിത്രമാണ്. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം വന്നു. ജയറാമേട്ടൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷമുള്ള ഒരു ബിഗ് ബജറ്റ് ചിത്രമെന്ന് പറയാം. എന്താണ് ആടുപുലിയാട്ടം? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യേകത ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞൊരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞപ്പോൾ എൻ്റെ മകനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഫസ്റ്റ് ലുക്ക് ഞാൻ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. എൻ്റെ മകൻ കാളിദാസനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അവരൊക്കെയാണ് പുതിയ ജനറേഷനിലെ ആളുകൾ, അവർക്കൊക്കെയാണ് എന്താണ് ലുക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നത്, നമ്മളെക്കാൾ കൂടുതൽ. അപ്പോൾ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്യപ്പോൾ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് നീ പറയുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനാണ് എനിക്ക് ആ ഫസ്റ്റ് ലുക്ക് ഉണ്ടാക്കിയത്. ആ ലുക്ക് തന്നെ ഈ സിനിമയ്ക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു പോസിറ്റീവ് ഒരു വൈബ്രേഷൻ ഉണ്ടാക്കി. കാരണം ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ഫസ്റ്റ് അവരുടെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് ഒരു സിനിമ നല്ലതോ ചീത്തയോ അറിയുന്നത്. യങ്സ്റ്റേഴ്സായിട്ടുള്ള എൻ്റെ അനുജന്മാർ അവരൊരു 6 മാസം മുമ്പ് ഈ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ മുതൽ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേട്ടാ എന്നാൽ ആടുപുലിയാട്ടം റിലീസ്, ആ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്, ഞങ്ങൾ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പ് തുടക്കം തന്നെ കിട്ടി. പിന്നെ അത് തിയേറ്ററിൽ എത്തിയപ്പോൾ അവർക്കുള്ളത് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു എല്ലാത്തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയായതുകൊണ്ടാണ് സക്സസ് ആയിട്ട് മാറിയത്. ഇതിൻ്റെ ട്രെയിലറും ടീസറും കണ്ടവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഒരു ഹൊറർ ചിത്രം, നമ്മൾ കുറേ കണ്ട് ശീലിച്ച ഹൊറർ ചിത്രങ്ങളുണ്ട്, അത് തന്നെ പ്രതീക്ഷിച്ചിട്ട് വേണോ തിയേറ്ററിലേക്ക് എത്താൻ, അതോ അതിൽ നിന്ന് നമ്മളെ ഞെട്ടിക്കുന്ന എന്തെങ്കിലും ആടുപുലിയാട്ടം കരുതി വെച്ചിട്ടുണ്ടോ? അല്ല, ഈ സ്ഥിരമായിട്ടുള്ള ഇപ്പോൾ ഈ ടെക്നോളജി ഒരുപാട് വർദ്ധിച്ചതുകൊണ്ട് എന്ത് രൂപങ്ങളും എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകളിലാണെങ്കിലും മറ്റേത് ഭാഷകളിലാണെങ്കിലും കണ്ണ് പുറത്തേക്ക് വരിക, നാക്ക് പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് തിരിയുമ്പോൾ ഒരു രൂപമല്ലാതെ അടുത്തേക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. ടെക്നോളജി എത്ര ഉള്ളതുകൊണ്ട് അതൊന്നുമില്ലാതെ ഒരു ഹൊറർ ഫീൽ ഉണ്ടാക്കിയതാണ് ഈ സിനിമയ്ക്ക് ഒരു ഫസ്റ്റ് സക്സസ് ആയിട്ട് ആൾക്കാരെടുത്ത് പറഞ്ഞത്. പിന്നെ വെറും ഒരു ഹൊറർ സിനിമയല്ലാതെ ഒരു നല്ല ആക്ഷൻ മൂഡുള്ള, നല്ല തമാശകളുള്ള, കോമഡിയുള്ള, എന്നാൽ നല്ല ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല മുഹൂർത്തങ്ങളുള്ള സിനിമ എല്ലാം കൂടി കൂടിച്ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ സക്സസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് വെറും ഒരു ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ കാണുന്ന പോലത്തെ ആ ടൈപ്പുള്ള സിനിമയല്ല കേട്ടോ. പത്മശ്രീ ജയറാം, ഓംപുരി, അതേപോലെ തന്നെ ബാഹുബലിക്ക് ശേഷം രമ്യാകൃഷ്ണൻ, ഹെവി വെയ്റ്റ്സ് ഒരുപാടുണ്ട്. അപ്പം പ്രേക്ഷകരുടെ എക്സ്പെക്റ്റേഷനും കൂടുകയാണ്. എന്തുകൊണ്ടാണ് ഓംപുരി പോലുള്ളൊരു കാസ്റ്റിംഗ്? അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫസ്റ്റ് കളർ, ആദ്യം നമ്മുടെ ഈ ലുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ കളർ ഉണ്ടാക്കി തന്നത് ഇവരുടെയൊക്കെ ഒരു വരവോട് കൂടിയിട്ടാണ്. ഈ സിനിമ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇതിനു മുമ്പ് സെയിം ടീം, ഇതിൻ്റെ ഡയറക്ടർ കണ്ണൻ താമരക്കുളവും ഞങ്ങൾ ചെയ്ത സിനിമയായിരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ. സിനിമ അങ്ങനെ ഒരു വലിയ ഒരു ഹിറ്റെന്ന് പറയാൻ പറ്റില്ല. ഒരു ഫാമിലി വലിയ ഹിറ്റായ സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നോർമലായി വന്നൊരു ഫാമിലി മൂവി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം സെയിം ടീം ഞങ്ങൾ തന്നെ തീരുമാനിച്ചതാണ് നമുക്കൊരു സക്സസ് ഉണ്ടാക്കി കാണിക്കണം. അപ്പോൾ കാരണം ഈ കണ്ണൻ നല്ല ടെക്നീഷ്യനാണ്, വളരെ നന്നായിട്ട് ടെക്നിക്കലായിട്ട് നല്ല സിനിമ എടുക്കാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് കാണിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയായിരിക്കണം. അങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തിപ്പെട്ടത്. വെറും ഒരു ഹൊറർ അല്ലാതെ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു ദിനേശ് പള്ളത്തിൻ്റെ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇവരെല്ലാം ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. ഓംപുരിയും എല്ലാം ഇതിൻ്റെ സിനോപ്സിസ് അയച്ചു തരാൻ പറഞ്ഞു. അദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ചു. ആർ മിസ്റ്റർ ജയറാം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ സാർ, എൻ്റെ പേര് ജയറാം. ഞാനിങ്ങനെ വായിച്ചു, എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രൊഡ്യൂസർ എന്നെ വിളിക്കാൻ പറയും, ഞാൻ ഡേറ്റ്സ് പറയാമെന്ന് പറയും. ഇതേപോലെ തന്നെ രമ്യാകൃഷ്ണൻ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് തമിഴ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹീറോയിനായിട്ട് തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാലു മഹേന്ദ്രയുടെ സിനിമ ചെയ്തിട്ടുണ്ട്. കമൽഹാസൻ്റെ സിനിമകളിൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, പഞ്ചതന്ത്രം. അവരും എന്നെ വിളിച്ചിട്ട് അതാ പറഞ്ഞത്, ജയറാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കുന്നു വായിച്ചിട്ട്, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സമ്പത്ത് വന്നത്. എല്ലാം അവരൊക്കെ നല്ലൊരു കാസ്റ്റിംഗ് വന്നതുകൊണ്ടാണ് സിനിമയ്ക്ക് വേറൊരു കളറായത്. നിങ്ങൾ മാത്രമല്ല, ചൈൽഡ് ആർട്ടിസ്റ്റുകൾ നല്ല കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്കും ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് സിനിമ കൊണ്ടുപോയിട്ടുള്ളത് അവരാണ്. ആ 2 കുഞ്ഞുങ്ങളാണ് എല്ലാം. അക്ഷര പ്രേക്ഷകർക്കെല്ലാം പ്രിയപ്പെട്ടൊരു കുട്ടിയാണ്. വൈകുന്നേരത്ത് പല ടി വികളിലും സീരിയലുകളിലൊക്കെ വന്നിട്ടുള്ള ഭയങ്കര ഒരു പെറ്റായിട്ടുള്ള കുട്ടിയാണ്. ആഞ്ചലീന എന്ന് പറഞ്ഞ മറ്റു കുട്ടിയും, രണ്ടുപേരും ഭയങ്കര കോമ്പറ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും സ്ത്രീ പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുന്നുണ്ട്. അതൊരു വലിയ സക്സസ്സാണ് സിനിമയുടെ.
ലാലേട്ടനെ കൊണ്ട് ആറ്റുമണൽ പായിപ്പിക്കും, പിന്നെ ലാലിസോ ഒക്കെ ഇറക്കിയ രതീഷ് വേഗയാണ് മഞ്ഞക്കിളിയെ പറിക്കാന്ന് പറഞ്ഞ പാട്ട് യൂട്യൂബിൽ വളരെ ട്രെൻഡായിട്ടുണ്ട്. എന്താണ് അങ്ങനെ അതിൻ്റെ ഒരു സീക്വൻസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ള ജിത്തു ദാമോദർ, വളരെ നല്ല വർക്കാണ് ജിത്തുവിൻ്റെ. പിന്നെ സെക്കൻഡ് എടുത്ത് പറയേണ്ട ഒന്ന് ഇതാണ്, ഈ രതീഷ് വേഗയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഇതിനകത്ത് വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ എനിക്ക് ഫസ്റ്റ് ഡേ വാട്സാപ്പിൽ അയക്കുമ്പോൾ എല്ലാം രതീഷ് വേഗ എൻ്റെ വർക്ക് ഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും അയച്ചിട്ടുണ്ട്. രതീഷിനും ഒരു കംബാക്ക് രതീഷ് വളരെ ആഗ്രഹിച്ച് ചെയ്തൊരു സിനിമയാണ്, അതുകൊണ്ട് ഒരുപാട് ടൈം എടുത്ത് ചെയ്ത സിനിമയാണ്. പിന്നെ പാട്ട് ഞങ്ങൾ പാടിയത് അതൊരു പാട്ടെന്ന് പറയാൻ പറ്റില്ല, അതെ. അപ്പോൾ അത് എല്ലാവരും കൂടി ചേർന്ന്, രമേഷ് പിഷാരടി ഇതിനകത്ത് ബാക്കിയുള്ള ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പാടിയത്. പക്ഷേ അതൊരു ഒരു ഒരു നാടൻ പാട്ടെന്നൊക്കെ പറയാവുന്ന രീതിയിൽ നമുക്ക് പറയാം. ജയറാമേട്ടൻ മീശ പിരിക്കുന്ന രംഗങ്ങൾ ഇനി മുമ്പ് സിനിമയിലുണ്ടായിട്ടുണ്ട്, അപ്പൂട്ടൻ, ഉത്തമൻ. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കണ്ണീരോ ഒരു ചിരിയോ എപ്പോഴെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ പിന്നിൽ ഒരു പൊട്ടിച്ചിരിയോ ഒരു കണ്ണീരോ ഉണ്ടായിട്ടുമുണ്ട്. ഇതൊരു പ്രത്യേക ഒരു ലുക്ക്, കുറച്ച് ഗ്യാപ്പിന് ശേഷം വളരെ സെലക്റ്റീവ് ആയതാണോ അതോ വന്ന് ചേർന്നൊരു കഥാപാത്രമാണോ? അല്ല, സത്യം പറഞ്ഞാൽ സെലക്റ്റീവ് ആയതാണ്. പലരും സിനിമ ഇല്ലാണ്ടാകുമ്പോൾ പറയുന്നൊരു വാക്കാണ് ഞാനിപ്പോൾ സെലക്റ്റീവ് എന്ന് പറയുന്നത്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഞാൻ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഇനി എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് അങ്ങനെ വേറെ സിനിമകളൊന്നും അധികം ചെയ്തിട്ടില്ല. ഞാൻ കണ്ണനോട് പറയാറുണ്ട്, കണ്ണനടുത്ത് വേറെ ഒരുപാട് സിനിമകളുടെ വർക്ക് വരുമ്പോൾ ഒന്ന് ഞാൻ അവരോട് പറയും അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗെറ്റപ്പ് ഞാനൊരു 3 മാസം അതാണ്, വേറെ ഒന്നിനും ഞാൻ പോകുന്നില്ല. അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ജയറാമേട്ടൻ മുമ്പ് ഒരു അഭിമുഖത്തിലോ ഒരു പ്രസംഗത്തിലോ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്, പണ്ട് എൻ്റെ കാലത്ത് സിനിമയിൽ എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു, ആ പ്രണയത്തെ പിന്തുണയ്ക്കാൻ ഒരു വെളിച്ചപ്പാട്, ഒരു പഞ്ചായത്ത് മെമ്പർ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സത്യനന്ദിക്കാടിൻ്റെ ചില സിനിമകൾ ഓർമ്മ, ആ ഒരു നൊസ്റ്റാൾജി ഇപ്പോഴും വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നു. അയ്യോ, ഭയങ്കരമായിട്ട്. ഞാൻ ഇന്നാൾ കൂടി ഡയറക്ടർ രഞ്ജിത്തിനെ കണ്ടപ്പോൾ അതാണ് പറഞ്ഞത്. രഞ്ജിത്താണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളും അത്തരം കുറേ സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി, എത്രയോ സിനിമകൾ, കമലിൻ്റെ എത്രയോ സിനിമകൾ. അപ്പോൾ ഞാൻ രഞ്ജിത്തിനോട് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ രഞ്ജിത്തും ഇങ്ങനെ പറഞ്ഞു, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു, നമുക്ക് അതുപോലെ ഒന്ന് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആര് ചെയ്യും എന്നുള്ളതാണ്. അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ആളുകൾ നമുക്ക് വല്ലാതെ കുറഞ്ഞു. അത് ഭയങ്കരമായിട്ട് ഒരു നഷ്ടം ഇങ്ങനെ തോന്നാറുണ്ട്. മറ്റേത് ഒരു 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 ഗ്രാമത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ എൻ്റെ പ്രേമത്തിനെ സഹായിക്കാനായിട്ട്, ഭയങ്കര രസമുള്ള, കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട്, ഒരു ചെത്തുകാരനില്ലാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടാവും, ഒരു വെളിച്ചപ്പാടില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനത്തെ ആരും ഇല്ല. ഇപ്പോൾ അങ്ങനത്തെ കഥകളും ഇല്ലാണ്ടായി. എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് കമലിനും താല്പര്യമുണ്ട്, സത്യേട്ടനും താല്പര്യമുണ്ട്, രഞ്ജിത്തിന് താല്പര്യമുണ്ട്, ശ്രീനിയേട്ടന് ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അത്തരം ചിത്രങ്ങൾ മലയാളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത ഉദാഹരണമായിട്ട് മഹേഷിൻ്റെ പ്രതികാരം. നിങ്ങൾ ഈ മുതിർന്ന തലമുറയിലുള്ള താരങ്ങൾ എന്തുകൊണ്ടാണ് പരീക്ഷണത്തിന് തയ്യാറാകാത്തതുകൊണ്ടാണോ അതോ തിരക്കഥ എത്താത്തതുകൊണ്ടാണോ അതോ സംഭവിക്കാത്തതുകൊണ്ടാണോ? സംഭവിക്കാത്തതുകൊണ്ടായിരിക്കും പറയാം കേട്ടോ. നമ്മളെ തേടി വരുന്ന തിരക്കഥ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, പഴയ ആൾക്കാരോടൊക്കെ ഇത്തരം സിനിമകൾ ചെയ്യുന്ന എല്ലാവരോടും പറയാറുണ്ട്, അത്തരം സിനിമകൾ ചെയ്താൽ ഇന്നും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരാൻ റെഡിയാണ്, എല്ലാവരോടും പറയാറുണ്ട്. സംഭവിക്കാത്തതാണ്. ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, എൻ്റെ വീട് അപ്പുവിൻ്റെയും, അതിനുശേഷം കാളിദാസനെ മലയാളത്തിലേക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. തമിഴിൽ സ്റ്റാറായിട്ട് അരങ്ങേറ്റം എപ്പോഴാണ് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത് കാളിദാസനെ? സത്യം പറഞ്ഞാൽ അവന് ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ അവനെ ഓപ്പൺ ചെയ്യണം, ഇവിടെ ഫസ്റ്റ് ഫിലിം ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര, മറ്റേത് അവിടെ സംഭവിച്ചു പോയതാണ്. അങ്ങനെ ഒരു സ്റ്റേജിൽ അവനൊരു ചെയ്തൊരു മിമിക്രി പ്രോഗ്രാം വന്ന് കണ്ടിട്ട് ഒരു അവാർഡ് നൈറ്റ് നടക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ച് തന്നെ ഡയറക്ടറും പ്രൊഡ്യൂസറും വന്നിട്ട് അവനെ സിനിമയിലേക്ക് വിളിച്ചു. അങ്ങനെ ഫസ്റ്റ് സിനിമ അവിടെ ചെയ്തു. രണ്ടാമത്തെ സിനിമയും ഒരു വലിയ ഓഫറായിരുന്നു, ശിവാജി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ചെയ്യാമെന്ന് പറയുന്നൊരു വലിയ ഇതായിരുന്നു. രാംകുമാറും പ്രഭു സാറൊക്കെ ചേർന്നിട്ട് ചെയ്ത ഫിലിമാണ്. രാംകുമാറിൻ്റെ സണ്ണായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് ഇപ്പോഴാണ്. അത് രണ്ടും ഈ ജൂൺ ജൂലൈയിലാണ് 2 സിനിമകൾ ഇറങ്ങുന്നത്. പക്ഷേ അവനും ഇപ്പോഴും കീപ്പ് ഓൺ ട്രൈങ് എന്ന് പറയുന്ന പോലെ അവൻ മലയാളത്തിലേക്ക് വേണ്ടി അവനൊരു ഇഷ്ടപ്പെട്ടൊരു ഫസ്റ്റ് സിനിമയോടുകൂടി വന്ന് അത് ഈ വർഷം സംഭവിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവനിപ്പോൾ. പാർവതി ചേച്ചിക്ക് ഇത് ബാധകമാണ്? ഏതാ മലയാളത്തിലേക്കൊരു റീ എൻട്രി? എനിക്ക് തോന്നണില്ല. അവർ ഡാൻസും ഒക്കെ ആയിട്ട് തന്നെ ഇപ്പം തന്നെ ഇതാണ് സിനിമയിലേക്കൊരു വരവ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല, ഇനി അറിയില്ല കേട്ടോ. അതെ, ഈ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ ഇലക്ഷൻ പ്രചരണ വേദിയിലും ജയറാമേട്ടൻ കണ്ടു. ജയറാമേട്ടൻ സാധാരണ അങ്ങനെ അത്തരം കാര്യങ്ങളിൽ നിന്ന് ബോധപൂർവ്വം വിട്ടു നിൽക്കുന്ന ഒരാളായിരുന്നു. എന്തുകൊണ്ട് ഈ ഒരു അവസരത്തിൽ വന്നത്? അങ്ങനെയില്ല, ഞാൻ പോകാറില്ല, ഇങ്ങനത്തെ സംഗതികൾക്ക് ഞാൻ വളരെ പോകാറില്ല. എന്നാൽ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും എല്ലാം ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. സുഹൃത്ത് ബന്ധങ്ങൾ അതിനേക്കാളൊക്കെ വലുതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എല്ലാ പാർട്ടികളിലും കഴിഞ്ഞ 10-30 വർഷമായിട്ട് എനിക്കുള്ള ഒരുപാട് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്.
എല്ലാവർക്കും വേണ്ടിയും പോകാൻ പറ്റില്ല. പക്ഷേ പലരും പല പാർട്ടിയിലുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു 3-4 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു. അതൊരിക്കലും ഒരു രാഷ്ട്രീയം ഞാൻ അവിടെ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. അവരിനിയിപ്പോൾ നിൽക്കുന്നത് വേറെ രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഏതിലാണെങ്കിലും ഞാൻ പോലെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, അത്രേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ നിരവധി സിനിമാ താരങ്ങൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നു. ജയറാമേട്ടനെ ഭാവിയിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ആ മേഖലയിൽ? അല്ല, ഇല്ലയെന്നൊന്നും ഞാൻ ഒരിക്കലും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ സാഹചര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ നമ്മുടെ 100% സിനിമ എന്ന് പറയുന്നത് തന്നെ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചു കൂടായില്ല കേട്ടോ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു സിനിമാ നടനായിട്ട് നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഒരു സബ്ബായിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഒരു രാഷ്ട്രീയക്കാരനാവണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ നിസ്സാരമുള്ള കാര്യമല്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള ഓരോ ആളുകളുടെയും പൾസ് മനസ്സിലാക്കാനും, ഏത് പാതിരാത്രി 12 മണിക്ക് വിളിച്ചാലും അയാളുടെ ഒരു കാര്യത്തിന് മുണ്ടും മുളച്ചുകൂത്തി അയാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു പൊതുപ്രവർത്തകനായിരിക്കണം. എന്നാൽ മാത്രമാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരനാകാൻ പറ്റുള്ളൂ, പൊതുപ്രവർത്തകനാകാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു കാലത്ത് അങ്ങനെ വരണമെന്ന് തോന്നിയാൽ സിനിമ എന്നുള്ള സാധനം 100% ഉപേക്ഷിച്ചിട്ട് ഞാൻ അതിലേക്ക് പോകുള്ളൂ. ആടുപുലിയാട്ടം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു. ഭാവി പരിപാടികളെക്കുറിച്ചും പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും. ആടുപുലിയാട്ടം എനിക്കൊരു നല്ല തിരിച്ചുവരവ് ഉണ്ടാക്കി തന്ന എൻ്റെ പ്രേക്ഷകർക്കുള്ള നന്ദിയാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സിനിമ ഇത്രത്തോളം രസകരമായി ചെയ്തു തന്ന ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസിനും പ്രൊഡ്യൂസേഴ്സിനും എല്ലാവരോടുള്ള ഒരു നന്ദിയും കൂടി എനിക്ക് പറയാനുണ്ട്. പിന്നെ പ്രേക്ഷകരോടാണ്. സാധാരണ ജയറാം സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചേരുവകളുള്ള ഒരു കുടുംബ സിനിമ എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ഇതാക്കാതെ ഇതെല്ലാത്തരം പ്രേക്ഷകരെയും എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള സിനിമയാണ്. ഒരു ഹൊറർ സിനിമ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഇത് റിലീസ് ചെയ്തത്. പക്ഷേ തിയേറ്ററിൽ പോയി കണ്ടാലാണ് മനസ്സിലാവുക ഇതൊരു നല്ല രസകരമായ തമാശയുള്ള സിനിമയാണ്. എന്നാൽ കുടുംബത്തിലുള്ള സ്ത്രീകളെയും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. സോ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ തിയേറ്ററിലുള്ള പ്രേക്ഷകരുടെ ഓഡിയൻസിൻ്റെ ഒരു പൾസ് സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ആരും ഒരു നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ജയറാമേട്ട തകർത്തു നന്നായി എന്നല്ലാതെ ഒരു നെഗറ്റീവ് പോലും കിട്ടാത്ത എനിക്കൊരു സിനിമയാണ് അടുത്ത കാലത്ത് ഞാൻ ചെയ്ത സിനിമകളിൽ. അതിന് ഒരുപാട് സന്തോഷം. മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും പറയുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. കാരണം ഇത് തിയേറ്ററിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ സൗണ്ട് എഫക്ട്സും ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ക്യാമറ വർക്കും എല്ലാം തന്നെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അവധിക്കാലം കഴിയുന്നതിന് മുമ്പ് തിയേറ്ററിൽ പോയി ഒന്ന് അടിച്ചു പൊളിക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതായത് ഒരു കാലഘട്ടത്തിൽ ജയറാം സിനിമകൾ വരിവരിയായി ഹിറ്റായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജയറാം രാജസേനൻ കൂട്ടുകെട്ടടക്കം ഒരു സൂപ്പർ താര പദവി കൈവെള്ളയിലോട്ട് വെച്ച് തന്നൊരു കാലഘട്ടം ഉണ്ടായി. പക്ഷേ സ്നേഹപൂർവ്വം അതിൽ നിന്നൊക്കെ വിട്ടുമാറി ഒരു അയൽവീട്ടിലെ പയ്യൻ എന്ന ആ രീതിയിൽ ജയറാം ഒതുങ്ങിയിരുന്നു ഒരു കാലത്ത്. അതിലിപ്പോൾ ഒരു നഷ്ടബോധമുണ്ടോ ആ കാര്യങ്ങളിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ? എല്ലാ കാലഘട്ടങ്ങളിലും ഒരാളുടെ പ്ലേസ് മാറുമ്പോൾ ആ സ്ഥലത്തേക്ക് വേറൊരാൾ വരും. അതിലൊന്നുമില്ല കേട്ടോ, നഷ്ടപ്പെടുകയൊന്നുമില്ല. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എല്ലാം പ്ലസ്സായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരുപാട്. കാരണം പത്മനാഭ സാറിനെ പോലത്തെ ഒരു സംവിധായകൻ്റെ സിനിമയിലൂടെ വരിക, അല്ലെങ്കിൽ ഹരിപ്പോത്തൻ എന്ന് പറയുന്ന മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സുപ്രിയ ഫിലിംസിൻ്റെ ബാനറിലൊരു ഹീറോ ആയിട്ട് നമുക്ക് വരാൻ സാധിക്കുക. അതിനുശേഷവും മലയാളത്തിലെ എല്ലാ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവുക. ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ഒരു തിലകൻ ചേട്ടനെ പോലെയും ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലെയും ശങ്കരാടി ചേട്ടനെ പോലെയും മാമുക്കോയെ പോലെയും ശ്രീനിവാസനെ പോലത്തെ ഒരു പ്രഗത്ഭനായിട്ടുള്ള റൈറ്റർ, ഇത്രയും പേരൊക്കെ ഇങ്ങനത്തെ ഏറ്റവും ബെസ്റ്റ് ഒരായിട്ടുള്ള ആളുകളുണ്ടായിരുന്ന സമയത്തൊക്കെ സിനിമയിൽ 10-30 വർഷം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മഹാഭാഗ്യമാണ്. പിന്നെ മറ്റേത് നഷ്ടമായല്ലോ, എനിക്കിത് നഷ്ടമായല്ലോ, അത് കിട്ടുമായിരുന്നല്ലോ, കുറച്ച് കാലം ഞാൻ അങ്ങനത്തെ ഒരു നഷ്ടബോധങ്ങളുമില്ല. കിട്ടിയതിനെല്ലാം ഒരുപാട് സന്തോഷവും നന്ദിയും എന്നും മനസ്സിൽ സൂക്ഷിച്ചു. ജയറാം എന്ന നടനെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചത് തമിഴ്നാടാണ്. പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ, കമലഹാസൻ അടക്കമുള്ള സുഹൃത്ത് ബന്ധങ്ങളും അവിടെ ഉണ്ടും താനും. കേരളം ജയറാമിനെ അർഹിക്കുന്ന അംഗീകാരം തന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് ചോദിക്കും? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരിക്കലും ഇത് കേരളമാണോ തമിഴ്നാടാണോ നമുക്ക് സിനിമ അവിടെയാണോ എല്ലായിടത്തും ഒരുപോലെ തന്നെ, അല്ലാതെ അവിടെയും ഇവിടെയും എല്ലാം സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ.
അതല്ലാതെ ഒരിക്കലും ഒരു അംഗീകാരം കുറഞ്ഞു പോയിട്ടൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ആടുപുലിയാട്ടം എന്നുള്ള സിനിമ തന്നെ എൻ്റെ മലയാളി പ്രേക്ഷകർ എനിക്ക് തന്നിട്ടുള്ളൊരു സമ്മാനം. എത്രയോ പരാജയങ്ങൾക്ക് ശേഷം എനിക്കൊരു വിജയം, ഒരു ചെറിയ വ്യത്യസ്തമായിട്ട് സിനിമ വന്നപ്പോൾ ഒരു വിജയം അവർ തന്നില്ലേ, അത് തന്നെയല്ലേ അവർ തരുന്ന ഏറ്റവും വലിയ സ്നേഹം. അതിനുള്ള എന്താ വേണ്ടത്? പത്മശ്രീക്ക് വലുതല്ലേ അത്. ശരി ശരി ശരി, സന്തോഷം, നന്ദി. താങ്ക് യു ജി.